ഓഗസ്റ്റ് അവസാനത്തോടെ ആണവായുധ കരാറിലെത്തണമെന്ന് അമേരിക്ക ഇറാനോട് ആവശ്യപ്പെട്ടു. ഒമാൻ വഴിയാണ് ഈ ആവശ്യം പറഞ്ഞത് എന്ന് മറ്റൊരു റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇതിന് അമേരിക്ക തയ്യാറാകാത്ത ഒരു സാഹചര്യം വരികയാണ്. 2015 കരാർ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുമെന്നുള്ള കരാർ വ്യവസ്ഥ ശിക്ഷാ നടപടി പുനഃസ്ഥാപിക്കുമെന്നുള്ളതാണ്. സ്നാപ്പ് ബാക്ക് മെക്കാനിസം, വ്യാപാര ധനകാര്യ യാന്ത്രിക ശിക്ഷയുടെ പുനഃസ്ഥാപനം ഇറാനെതിരെ നടത്തും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് വന്നത്. IAEAയുമായിട്ട് സഹകരിക്കണമെന്നും 400 ഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റണമെന്നും ഇറാനോട് ഈ കരാർ വ്യവസ്ഥ പ്രകാരം ആവശ്യപ്പെടുന്നു. അതിന്റെ അർത്ഥം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ അമേരിക്ക ആക്രമണം നടത്തുകയാണെങ്കിൽ വലിയ നാശകാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് എന്ന് അതിനൊരു മറുപക്ഷമുണ്ട്. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ IAEAയുമായിട്ടുള്ള ഒരു കരാർ വ്യവസ്ഥയും നിലവിൽ ഇല്ല എന്നുള്ളതും അത് തങ്ങളുടെ പാർലമെന്റ് പാസ്സാക്കിക്കൊണ്ട് പ്രസിഡന്റ് ഒപ്പിട്ട് നിയമമായതാണ് എന്നതിനാൽ അതിന് തുടർച്ചയൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുള്ള അഭിപ്രായം അവരും പറയുന്നു. അപ്പോൾ അമേരിക്കയുടെ നിലപാടിനോടൊക്കെ മുൻപത്തെ പോലെയുള്ള ഒരു അനുസരണശീലമൊന്നും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല എന്ന് മാത്രമല്ല, എതിർത്ത് കൊണ്ട് സംസാരിക്കുന്നു. ഇത്രേ അമേരിക്ക ഉള്ളൂ, ഇത്രേ ഇസ്രായേൽ ഉള്ളൂ എന്നുള്ള കാര്യം ഇറാന് ബോധ്യമായിരിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ എല്ലാം കാണുന്നത് എന്നൊരു അഭിപ്രായം ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്.